ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അശ്വിൻ. ചലഞ്ച് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10th പ്രിലിംസിൻ്റെ ഫേസ് 1, ഫേസ് 3, ഫേസ് 4 പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് എത്ര മാർക്ക് കട്ട് ഓഫ് വരും, എത്ര മാർക്ക് സേഫ് സ്കോർ വരും. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫേസ് 1, ഫേസ് 3, ഫേസ് 4നെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് എത്ര മാർക്ക് വാങ്ങിയവർ സേഫ് ആയിരിക്കും എന്ന് നമുക്ക് നോക്കാം. നമ്മളിങ്ങനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം പരീക്ഷ ഹാളിൽ ചെന്നിരിക്കുമ്പോൾ നമ്മളിപ്പം പുറത്തിരുന്നാണ് സംസാരിക്കുന്നത്. സ്വാഭാവികമായും ചിലപ്പോൾ ഈസി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് പറയാൻ പറ്റും. പക്ഷെ 100% എക്സാം ഹാളിൽ ചെന്നിരുന്ന് ഒരു ഉദ്യോഗാർത്ഥി എങ്ങനെ ക്വസ്റ്റ്യനെ വിലയിരുത്തുന്നു എന്നനുസരിച്ചിരിക്കും ഈസി, ടഫ് അല്ലെങ്കിൽ ആവറേജ് എന്നൊക്കെ ഉള്ളത്. നമ്മളിവിടെ ക്വസ്റ്റ്യനെ പുറത്തിരുന്ന് വിലയിരുത്തുമ്പോൾ എങ്ങനെയാണെന്ന രീതിയിലാണ് ക്വസ്റ്റ്യനെ വിലയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഫേസിൻ്റെയും എത്ര മാർക്കിന് മുകളിലുള്ളവർ സേഫ് ആയിരിക്കും, എത്ര മാർക്ക് വാങ്ങിയാൽ അവർക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പഠിക്കാനുള്ളൊരു കോൺഫിഡൻസ് നൽകുക. ഇപ്പം നമുക്ക് ആദ്യം തന്നെ ഞാൻ പറഞ്ഞോളാം, ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഞാൻ പറയുന്ന മാർക്കിനേക്കാൾ കുറവാണെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല, നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആകേണ്ട കാര്യമില്ല. കാരണം ഇതിപ്പം PSC ആണ് കട്ട് ഓഫ് ഔദ്യോഗികമായി തീരുമാനിക്കുന്നത്, ഒഫീഷ്യലായിട്ട് തീരുമാനിക്കുന്നത്. ഒരുപാട് ഘടകങ്ങൾ, ഇപ്പം 4ാമത്തെ ഘട്ടവും കൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു കൺഫർമേഷൻ കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റൂ. പക്ഷെ ഇപ്പോൾ നമ്മൾ നമ്മുടെ എക്സാമിൽ ഇത്രയും വർഷത്തെ നമ്മുടെ പരിചയവും മറ്റു കാര്യങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ വിലയിരുത്തി നമ്മളാണ് ഒരു ഓവറോൾ ഐഡിയ ആണ് പറയുന്നത്. നമ്മൾ എക്സാമിന്റെ വിലയിരുത്തലാണ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പം ഒരു ടെൻഷൻ അടിച്ചിരിക്കും, ഞാൻ കയറുമോ എന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്നവർക്ക് ഒരു ആശ്വാസമാകും ഈ വീഡിയോ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഓരോ ഘട്ടത്തെയും ഡീറ്റെയിൽ ആയിട്ട് വിലയിരുത്താം. നമുക്ക് അതിനുശേഷം ഞാൻ 3 ഘട്ടങ്ങളും വിലയിരുത്തിയ ശേഷം എത്ര മാർക്ക് റേഞ്ച് വരാനാണ് സാധ്യത എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യത്തെ ഘട്ടം ഫേസ് 1 നടന്ന നമുക്കറിയാം 18/7/2026 രാവിലെയായിരുന്നു നടന്നത്. ഉച്ചക്കത്തെ പരീക്ഷ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഫേസ് 1 18/7/2026 നടന്നതിൽ മൊത്തം 100 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഓരോ ഘട്ടത്തിലും ഓരോ വിഷയത്തിനും എത്ര ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ചരിത്രം 10 ചോദ്യങ്ങൾ ചോദിച്ചു. ചരിത്രം 10 ചോദ്യങ്ങളാണ് ചോദിച്ചത്. 4 ചോദ്യങ്ങൾ ഈസി ആയിരുന്നു. 3 ചോദ്യം ഞാൻ പറഞ്ഞല്ലോ, വ്യക്തികൾക്കനുസരിച്ച് ആ ഈസി, ആവറേജ്, ടഫ് എന്നുള്ളത് മാറും. പക്ഷെ നമ്മൾ മൊത്തത്തിൽ ഒരു എല്ലാവരെയും കൂടെ കണക്കാക്കിയാണ് നമ്മളൊരു പൊതുവിലുള്ള അഭിപ്രായമാണ് ഈസി, ആവറേജ്, ടഫ് എന്ന് വിലയിരുത്തുന്നത് കേട്ടോ. അപ്പൊ 4 ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു, 3 ക്വസ്റ്റ്യൻസ് ആവറേജ് നിലവാരം പുലർത്തുന്നതായിരുന്നു, 3 ചോദ്യങ്ങൾ ടഫ് ആയിരുന്നു. ഇതായിരുന്നു ഇന്ത്യൻ ചരിത്രത്തിന്റെ അവസ്ഥ. ഇനി കേരള ചരിത്രം എടുത്താൽ 13 ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ 12 ചോദ്യങ്ങൾ നമുക്ക് അത്യാവശ്യം നോക്കിയിട്ട് പോകുന്ന ഒരാൾക്ക് എഴുതാൻ പറ്റുന്ന തരത്തിലുള്ളതായിരുന്നു. ഒരു ചോദ്യം ഒരു ശരാശരി നിലവാരം പുലർത്തി. അങ്ങനെ അതികഠിനമായ ചോദ്യങ്ങളൊന്നും കേരള ചരിത്രത്തിൽ നിന്ന് ചോദിച്ചിരുന്നില്ല. ഇനി ഭരണഘടന എടുക്കുകയാണെങ്കിൽ ഭരണഘടനയിൽ 8 ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതിൽ 6 ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിൽ നിഷ്പ്രയാസം ചെയ്യാൻ പറ്റുന്നതായിരുന്നു. 2 ചോദ്യങ്ങൾ ഒരു ശരാശരി നിലവാരം പുലർത്തി. അങ്ങനെ അതികഠിനമായ ചോദ്യങ്ങൾ ഭരണഘടനയിലും വന്നില്ല. ഇനി ഇന്ത്യൻ ഭൂമിശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രമാണ് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ കുഴപ്പിച്ചൊരു വിഷയം. ഫസ്റ്റ് ഘട്ടത്തിൽ, 1ാം ഘട്ടത്തിൽ, ഈ 1ാം ഘട്ടത്തിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ നിന്ന് 10 ചോദ്യങ്ങളാണ് ചോദിച്ചത്. 2 ചോദ്യങ്ങൾ അത്യാവശ്യം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഒരു 3 ചോദ്യങ്ങൾ ശരാശരി നിലവാരം പുലർത്തി. എന്നാൽ 5 ചോദ്യങ്ങൾ കഠിനമായിരുന്നു. അതായത് ശരാശരി ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടായ ചോദ്യങ്ങളായിരുന്നു 5 ചോദ്യങ്ങൾ. കേരള ഭൂമിശാസ്ത്രം എടുത്താൽ 13 ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതിൽ 10 ചോദ്യങ്ങൾ ഒരു അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു. ഒരു ചോദ്യം ഒരു ശരാശരി നിലവാരവും, 2 ചോദ്യങ്ങൾ കുറച്ചുകൂടെ ശരാശരിയേക്കാൾ ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു. ഇനി കറണ്ട് അഫയേഴ്സ് 6 ചോദ്യങ്ങൾ മാത്രമാണ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് വന്നത്. അതിൽ 2 ചോദ്യങ്ങൾ എളുപ്പവും, 2 ചോദ്യങ്ങൾ ആവറേജും, 2 ചോദ്യങ്ങൾ ടഫും ആയിരുന്നു. ആ രീതിയിലാണ് കറണ്ട് അഫയേഴ്സ് അവർ ക്രമീകരിച്ചത്. ഇനി നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് എടുക്കുവാണെങ്കിൽ സയൻസിൽ നിന്ന് 20 ചോദ്യങ്ങളാണ് ചോദിച്ചത്. സയൻസിൽ നിന്ന് 20 ചോദ്യങ്ങൾ ചോദിച്ചു. ആ സയൻസിൽ നിന്ന് ചോദിച്ച 20 ചോദ്യങ്ങളിൽ ഏകദേശം 11 ചോദ്യത്തോളം അത്യാവശ്യം എളുപ്പമായിരുന്നു. അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ചെയ്യാമായിരുന്നു. 11 ചോദ്യങ്ങളോളം. ഒരു 5 ചോദ്യങ്ങൾ ശരാശരി നിലവാരം പുലർത്തിയപ്പോൾ 4 ചോദ്യങ്ങൾ മാത്രമാണ്. അപ്പൊ സയൻസ് പൊതുവെ 1ാം ഘട്ടത്തിൽ സയൻസ് പൊതുവെ കുറച്ച് എളുപ്പമായിരുന്നു. മറ്റ് ഘട്ടങ്ങളെ അപേക്ഷിച്ച് സയൻസ് കുറച്ചുകൂടി എളുപ്പമായി. പക്ഷേ ഒരുപാട് എളുപ്പമാണെന്ന് ചോദിച്ചാൽ ഒരുപാട് എളുപ്പമല്ല. പക്ഷേ അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് പോകുന്നവർക്ക് എഴുതുന്ന തരത്തിലായിരുന്നു സയൻസിലെ ചോദ്യങ്ങൾ 1ാം ഘട്ടത്തിൽ. ഇനി മാത്സ് ആണെങ്കിൽ 20 ചോദ്യങ്ങളിൽ 11 ചോദ്യങ്ങൾ അത്യാവശ്യം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലായിരുന്നു. 5 ചോദ്യങ്ങൾ ശരാശരിയും
4 ചോദ്യങ്ങൾ മാത്രമായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള തരത്തിലുള്ള 4 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ മുഴുവൻ നോക്കുമ്പോൾ ഒന്നാം ഘട്ടം വിലയിരുത്തുമ്പോൾ 58 ചോദ്യങ്ങൾ ഈസി ആയിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പരീക്ഷ ഹാളിൽ ചെന്നിരിക്കുന്ന സമയത്ത് നമുക്ക് 58 ചോദ്യങ്ങൾ ഈസി 58 ശരിയാക്കാൻ ഒരിക്കലും പറ്റില്ല. സ്വാഭാവികമായും 1, 2, 3 ഒക്കെ തെറ്റും. അപ്പം ഞാൻ അനുമാനിക്കുന്നത്, എൻ്റെ ഒരു അനുമാനത്തിൽ, ഞാൻ ഇത്രയും വർഷം പരീക്ഷ എഴുതി പല എക്സാമുകളും ക്ലിയർ ചെയ്ത ആ ഒരു ബലത്തിൽ പറയുകയാണ്, ഈ 58 അത്യാവശ്യം പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് എന്തായാലും ഒരു 50 ചോദ്യം ശരിയാക്കാൻ പറ്റും. 50 ചോദ്യം ശരിയാക്കാൻ പറ്റും. നമ്മൾ അങ്ങനെ കണക്കാക്കുന്നുള്ളൂ. ബാക്കി 8 ചോദ്യം നമ്മൾ വിട്ടുകളഞ്ഞു. ഇനി 22 ആവറേജ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. 22 ആവറേജ് ചോദ്യത്തിന്റെ പകുതി നമുക്ക് എടുക്കാം. ഒരു പകുതി അല്ലെങ്കിൽ എന്താണ്, ഒരു 12 ചോദ്യം എടുക്കാം. 12 ചോദ്യം. അപ്പം 22 ചോദ്യത്തിൽ ഒരു 12 ചോദ്യം അത്യാവശ്യം ശരാശരി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി ശരിയാക്കും. അപ്പൊ ഇത് നമ്മൾ നെഗറ്റീവോടെ കിഴിച്ചിട്ടുള്ളതാണ് പറയുന്നത്. അതായത് നമ്മൾ നെഗറ്റീവ് അല്ല പറയുന്നത്, നെഗറ്റീവോടെ കിഴിച്ചിട്ടുള്ള, അതായത് ഇപ്പൊ 50 മാർക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 50 ചോദ്യങ്ങൾ ശരിയാക്കുകയല്ല, 50 മാർക്കാണ് ഉദ്ദേശിക്കുന്നത്. 50 മാർക്ക് എന്ന് പറയുമ്പോൾ 58 ഈസി ചോദ്യങ്ങൾ വരുമ്പോൾ നെഗറ്റീവും തെറ്റും ഒക്കെ കുറച്ച് ഒരു 50 മാർക്ക് സ്കോർ ചെയ്യാം അതിൽ നിന്ന്. അതുപോലെ തന്നെ 22 ആവറേജ് ചോദ്യങ്ങളുണ്ട്, അതിൽ നിന്നൊരു 12 മാർക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് വേണമെങ്കിൽ സ്കോർ ചെയ്യാം. പിന്നെ നമ്മൾ അറിയാലോ, സ്വാഭാവികമായി നമ്മൾ പരീക്ഷ ഹാളിൽ ചെന്നിരിക്കുമ്പോൾ നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നമുക്ക് കുത്താനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി വരും. അപ്പൊ നമുക്ക് 20 ടഫ് ആയിട്ടുള്ള ചോദ്യത്തിൽ നമ്മൾ കുത്തി നമുക്ക് എന്തായാലും ഒരു 5 മുതൽ 6 മാർക്ക് വരെയൊക്കെ നമുക്ക് അത്യാവശ്യം കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഉദ്യോഗാർത്ഥികളെ തൊടത്തേയില്ല. എന്തായാലും ആ 6 മാർക്ക് 5 മാർക്ക് അവിടെ ഉണ്ടാകും. അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ശരാശരി ഉദ്യോഗാർത്ഥി, അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് പോയിട്ടുള്ള പഠിച്ചിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് 50, 12, 6 ഒരു 68 മാർക്ക് ഒന്നാം ഘട്ടത്തിൽ വാങ്ങാൻ സാധിക്കും. ഇതൊരിക്കലും ഒരു കട്ട് ഓഫ് അല്ല. കട്ട് ഓഫ് ഞാൻ അവസാനം പറയാം. ഈ 68 മാർക്ക് ശരാശരി ഉദ്യോഗാർത്ഥിക്ക്, അതായത് ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് 68 മാർക്ക് ഒന്നാം ഘട്ടത്തിൽ വാങ്ങാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 68 മാർക്ക് എന്ന് പറയുമ്പോൾ ഇനിയും കട്ട് ഓഫ് പറയുമ്പോൾ കുറയാനാണ് സാധ്യത. ഇതിന് മുകളിൽ പോകാനുള്ള സാധ്യത കുറവാണ്. എപ്പോഴും PSC, ഇപ്പൊ നമുക്കറിയാലോ, PSC ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു ശരാശരി നിലവാരമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രിലിംസ് പാസ്. ഇതൊരു പ്രാഥമിക പരീക്ഷയാണെന്നുള്ള കാര്യം കൂടെ മറക്കുക. നമ്മൾ 2023 കാര്യമൊക്കെ എടുക്കുമ്പോൾ 2023 76 കട്ട് ഓഫ് വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരുന്നു ഇത്തവണ. അതുകൊണ്ട് ആ റേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല. ഒന്നാം ഘട്ടത്തെ ക്വസ്റ്റ്യൻ നിലവാരം പരിശോധിക്കുമ്പോൾ 68 മാർക്ക് വളരെ നല്ല മാർക്കാണ്. 68 മാർക്ക് നേടിയ ഒരു ഉദ്യോഗാർത്ഥിക്ക് പ്രതീക്ഷയ്ക്ക് സാധ്യതയുണ്ട്. ഇനി ഇതിന്റെ ഒരു കട്ട് ഓഫ് 3 ഘട്ടവും പരിശോധിച്ച ശേഷം അത് കമ്പയർ ചെയ്ത് ലാസ്റ്റ് ഞാൻ പറയാം. എന്നാൽ ഇവിടെ 68 മാർക്ക് എന്നുള്ള ഒരു മാർക്ക് ഒരു സേഫ് സ്കോർ ആണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അടുത്തത് നമുക്ക് 2 പരീക്ഷയുണ്ട്, LDC ഉണ്ട്, LGS ഉണ്ട്. LDC യെ കുറിച്ച് അധികം സംസാരിക്കുന്നില്ല, കാരണം കമ്പാരിറ്റീവ്ലി കുറച്ച് വേക്കൻസി കുറവുള്ളതാണ്, അതിന്റെ കട്ട് ഓഫ് കൂടാനൊക്കെ ഉള്ളത്. നമ്മൾ LGS ആണ്, കമ്പനി ബോർഡ് LGSന്റെ വെച്ചാണ് മെയിൻ ആയിട്ട് സംസാരിക്കുന്നത്. കമ്പനി ബോർഡ് LGSന് എത്ര മാർക്ക് നമുക്കുണ്ടെങ്കിൽ സേഫ് ആകും എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. 68 മാർക്കിന് മുകളിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായും പ്രതീക്ഷ നൽകുന്നുണ്ട്. അപ്പൊ നമുക്ക് രണ്ടാം ഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ, രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാൽ രണ്ടാം ഘട്ടം ക്യാൻസൽ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഡേറ്റ് ഉൾപ്പെടെ എഴുതിയേക്കുന്നത്. ഫേസ് 3 1/8/2026 മോർണിംഗ് സെക്ഷനിൽ വെച്ച് നടന്ന പരീക്ഷ. 100 ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. 100 ചോദ്യങ്ങളിൽ മൂന്നാം ഘട്ടം താരതമ്യേന ഒന്നാം ഘട്ടം, മൂന്നാം ഘട്ടം, നാലാം ഘട്ടം നോക്കുമ്പോൾ താരതമ്യേന കുറച്ച് എളുപ്പമായിരുന്ന ഒരു ഘട്ടമാണ് മൂന്നാം ഘട്ടം എന്ന് കരുതി എങ്ങനെയാണ് ആ വ്യത്യാസം വരുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. നമുക്ക് നോക്കാം. ചരിത്രം, ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന് 7 ചോദ്യങ്ങൾ ഈസി ആയിരുന്നു, 4 ചോദ്യങ്ങൾ ശരാശരി നിലവാരം, 1 ചോദ്യം ടഫ് ആയിരുന്നു. ഇനി കേരള ചരിത്രം എടുക്കുകയാണെങ്കിൽ 13 ചോദ്യങ്ങളിൽ 11 ചോദ്യങ്ങളും എളുപ്പമുള്ളതായിരുന്നു, 2 ചോദ്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടേറിയതായിരുന്നു. ഇതൊക്കെ ഞാനൊരു ശരാശരി നിലവാരമുള്ള ഉദ്യോഗാർത്ഥിയുടെ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്, അവരുടെ വീക്ഷണകോണിലാണ് ഇതെല്ലാം പറയുന്നത്. ഇനി ഭരണഘടന എടുക്കുകയാണെങ്കിൽ 10 ചോദ്യം ചോദിച്ചു, 10 ചോദ്യവും അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് പോകുന്ന, 1 ചോദ്യം പോലും ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യമില്ലായിരുന്നു. 10 ചോദ്യം ഭരണഘടനയിൽ നമുക്ക് എഴുതാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇന്ത്യൻ ഭൂമിശാസ്ത്രം എടുക്കുകയാണെങ്കിൽ 10, നമുക്ക് ഒന്നാം ഘട്ടത്തിൽ ഒരുപാട് കുഴപ്പിച്ചൊരു വിഷയമായിരുന്നു ഇന്ത്യൻ ഭൂമിശാസ്ത്രം. പക്ഷെ ഇവിടെ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ 10 ചോദ്യത്തിൽ ഒരു 7 ചോദ്യം ശരാശരി, 7 ചോദ്യം ഈസിയും ഒരു 3 ചോദ്യം ശരാശരി നിലവാരം പുലർത്തുകയും ചെയ്തു. സ്വാഭാവികമായും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങൾ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ നിന്ന് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം മൂന്നാം ഘട്ടത്തിൽ. ഇനി കേരള ഭൂമിശാസ്ത്രം എടുത്താൽ 10 ചോദ്യമാണ് ചോദിച്ചത്. അതിൽ 4, ഇവിടെ നിങ്ങൾ
ആദ്യ ഘട്ടത്തിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രമാണ് കുറച്ച് കുഴപ്പിച്ചെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ അല്ലെങ്കിൽ മൂന്നാം ഘട്ടം എന്ന് വെച്ചാൽ മൂന്നാം ഘട്ടത്തിൽ കേരള ഭൂമിശാസ്ത്രത്തിൽ നിന്ന് 4 ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങൾ ചോദിച്ചു. കേരള ഭൂമിശാസ്ത്രം തന്നെയായിരുന്നു കൂട്ടത്തിൽ ഏറ്റവും കുറച്ച് ബുദ്ധിമുട്ടിച്ച ഒരു പോർഷൻ. ഇനി 4 ചോദ്യങ്ങളായിരുന്നു ശരാശരി, 2 ചോദ്യങ്ങളായിരുന്നു ശരാശരി നിലവാരം പുലർത്തിയത്. കറണ്ട് അഫയേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെയും കറണ്ട് അഫയേഴ്സിൽ നിന്ന് 5 ചോദ്യങ്ങൾ മാത്രമാണ് ചോദിച്ചത്. അതിൽ 4 ചോദ്യങ്ങൾ നമുക്ക് അത്യാവശ്യം കറണ്ട് അഫയേഴ്സ് ഒക്കെ നമുക്ക് ഓരോ വ്യക്തികൾക്കനുസരിച്ച് എളുപ്പവും പാടും ഒക്കെ ആകും. എന്നാലും പ്രിപ്പയർ ചെയ്തു പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് 4 ചോദ്യം എഴുതാൻ എളുപ്പത്തിൽ സാധിക്കും. ഒരു ചോദ്യം ശരാശരി നിലവാരമായിരുന്നു. ഇനി സയൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 20 ചോദ്യം ഇവിടെയും ആവർത്തിച്ചു, 20 ചോദ്യം ചോദിച്ചു. ആ 20 ചോദ്യത്തിൽ ഒരു 9 ചോദ്യമൊക്കെ എളുപ്പമായിരുന്നു. എന്നാൽ ഒരു 7 ചോദ്യം ശരാശരി നിലവാരവും 4 ചോദ്യം ഒരു ടഫ്, അതായത് സയൻസ് ഒന്നാം ഫേസിനേക്കാൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരുന്നു മൂന്നാം ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താം. ഇപ്പം PSC ഒരു പരീക്ഷ നടത്തുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾക്ക് ചില ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് ചില ഭാഗങ്ങൾ കണ്ടിട്ട് നമ്മൾ പറയും ഇത് ഭയങ്കര എളുപ്പമായിരുന്നു, ഒന്നാം ഘട്ടക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയല്ല. അപ്പൊ ചില വിഷയങ്ങൾ ചിലപ്പോൾ ഭയങ്കര എളുപ്പമാകും, ചില വിഷയങ്ങൾ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകും. അത് ആ ഒരു പരീക്ഷയുടെ ഘടന അനുസരിച്ചായിരിക്കും. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മാത്സിൽ 20 ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ 9 ചോദ്യങ്ങളാണ് എളുപ്പമായിരുന്നത്, 8 ചോദ്യങ്ങൾ ശരാശരിയും ഒരു 3 ചോദ്യങ്ങൾ ഒരു ടഫ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ മൊത്തത്തിൽ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് മൂന്നാമത്തെ ഘട്ടത്തിൽ ടഫായിട്ടുള്ള ചോദ്യങ്ങളുടെ എണ്ണം കുറവാണ്, അതുപോലെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളുടെ എണ്ണം കൂടുതലാണ്. സ്വാഭാവികമായിട്ടും ഒന്നാം ഘട്ടത്തേക്കാൾ കുറച്ചുകൂടി സ്കോർ ചെയ്യാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ്, അല്ലെ? കുറച്ചുകൂടെ സ്കോർ ചെയ്യാനുള്ള. അപ്പൊ നമുക്കറിയാം 61 ഈസി ചോദ്യങ്ങളും 25 ആവറേജ് ചോദ്യങ്ങളും ഒരു 14 ടഫ് ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. ഈ 61 ചോദ്യത്തിൽ നമുക്കറിയാം നെഗറ്റീവ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തെറ്റുന്ന ഉത്തരങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏകദേശം ഒരു 55 മാർക്കൊക്കെ വേണമെങ്കിൽ, അല്ലെങ്കിൽ 54-55 മാർക്ക് വേണമെങ്കിൽ ഇവിടെ നേടാൻ സാധിക്കും. ഇനി ശരാശരി നമുക്കറിയാം 55 അല്ലെ പോട്ടെ, ഒരു 53 ഇടാം. നമുക്ക് ഒരു 53 മതി, 55ലേക്ക് പോകണ്ട. അത്രയും ഒരു 53 ചോദ്യങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്കൊരു ആവറേജ് കണക്കാക്കുവാണെങ്കിൽ നമുക്ക് ആവറേജ് ചോദ്യങ്ങൾ 25 ഉണ്ട്. അതിൽ നമുക്കൊരു 12 മാർക്കൊക്കെ എന്തായാലും ഒരു ശരാശരി ഉദ്യോഗാർത്ഥിക്ക് നേടാൻ പറ്റും 25 ചോദ്യത്തിൽ. ടഫായിട്ടുള്ള ചോദ്യങ്ങൾ ഇവിടെ ഈ ഒരു ഫേസിലെ ടഫായിട്ടുള്ള ചോദ്യങ്ങൾ നല്ല ടഫായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു 6-7 മാർക്ക് വേണമെങ്കിൽ നമുക്കൊരു എല്ലാത്തിനും ഒരു ടഫിന് 6-7 മാർക്ക് വെച്ചിടാം. അപ്പം നന്നായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ശരാശരി ഉദ്യോഗാർത്ഥിക്ക് 71 മുതൽ 72 മാർക്ക് വരെ ഇവിടെ സുഖമായിട്ട് നേടാൻ പറ്റും. 71 മുതൽ 72 മാർക്ക് വരെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ശരാശരി നിലവാരത്തിന് മുകളിലുള്ള ഉദ്യോഗാർത്ഥിക്ക് മൂന്നാം ഘട്ടത്തിൽ ഒരു 71 മുതൽ 72 മാർക്ക് അത്യാവശ്യം നേടാൻ സാധിക്കും. അത് അപ്രാപ്രിയമായിട്ടുള്ള കാര്യമല്ല 72 മാർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പം ഈ 72 മാർക്ക് ഒരിക്കലും കട്ട് ഓഫ് അല്ല. ഞാൻ പറഞ്ഞല്ലോ 72 മാർക്ക് ഒരിക്കലും കട്ട് ഓഫ് അല്ല. പക്ഷേ ഒന്നാം ഘട്ടത്തെക്കാൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി മാർക്ക് നേടാൻ നമുക്ക് എവിടെ സാധിക്കും? മൂന്നാം ഘട്ടത്തിൽ സാധിക്കും. ഇപ്പൊ മാത്സ് ഒക്കെ വേണമെങ്കിൽ മാത്സ് ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് 9 ചോദ്യമല്ല, നമ്മൾ അത്രേ കൂട്ടിയിട്ടുള്ളൂ, 9 ചോദ്യമല്ല, ഒരു 15 ചോദ്യമൊക്കെ ഈസി ആയിട്ട് ശരിയാക്കാൻ പറ്റും. അപ്പൊ ഈ മാർക്കിന്റെ രീതി കൂടും. അത് 71, 75, 76 ഒക്കെ ആകാൻ, 77 ഒക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ രീതിയിലാണ് ഫേസ് 3യുടെ ഒരു മൊത്തത്തിലുള്ള അവലോകനം. അപ്പൊ നമ്മൾ ഓരോ ഘട്ടവും പറഞ്ഞു. ഒന്നാം ഘട്ടം പറഞ്ഞു, മൂന്നാം ഘട്ടം പറഞ്ഞു, അടുത്തത് നമ്മുടെ നാലാം ഘട്ടം. നാലാം ഘട്ടം ഓഗസ്റ്റ് 1 തീയതി ആഫ്റ്റർനൂൺ സെക്ഷനിൽ നടന്ന, ഉച്ചയ്ക്ക് ശേഷം നടന്ന പരീക്ഷയാണ് ഒന്നാം ഘട്ടം. നാലാം ഘട്ടം. ഈ നാലാം ഘട്ടത്തിൽ മൊത്തം 100 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. 100 ചോദ്യങ്ങളിൽ നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കുമ്പോൾ ഇന്ത്യ ചരിത്രത്തിൽ 6 ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ. 3 ഈസി ചോദ്യങ്ങളും ഒരു ആവറേജ് ചോദ്യവും 2 ടഫ് ചോദ്യങ്ങളുമായിരുന്നു ഉള്ളത്. ഇനി കേരള ചരിത്രം പരിശോധിക്കുമ്പോൾ 14 ചോദ്യങ്ങൾ, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള 2 ഏരിയകളാണ് കറണ്ട് അഫയേഴ്സും അതുപോലെ കേരള ചരിത്രവും. കേരള ചരിത്രത്തിൽ 14 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ പക്ഷേ നേരത്തെയുള്ള കേരള ചരിത്രത്തെക്കാൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങൾ ഇവിടെ കേരള ചരിത്രത്തിൽ ഉണ്ടായിരുന്നു. മറ്റു ഘട്ടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരള ചരിത്രത്തിലുള്ള ചോദ്യങ്ങൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം 9 ഈസി ചോദ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, 3 ആവറേജും 2 ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങളും കേരള ചരിത്രത്തിൽ ഉണ്ടായിരുന്നു. ഇനി ഇന്ത്യൻ ഭൂമിശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രം 10 ചോദ്യങ്ങളിൽ 7 ചോദ്യങ്ങൾ അത്യാവശ്യം നിലവാരം പുലർത്തുന്ന ഉദ്യോഗാർത്ഥിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. 2 ആവറേജും 1 ടഫും ആയിരുന്നു. ഇനി കേരള ഭൂമിശാസ്ത്രം എടുക്കുകയാണെങ്കിൽ കേരള ഭൂമിശാസ്ത്രത്തിൽ ഈസി ഉള്ള ചോദ്യങ്ങളെ അങ്ങനെ ഇല്ലായിരുന്നു. 3 ആവറേജ് ചോദ്യങ്ങളും 3 ടഫ് ചോദ്യങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയും ഭരണഘടന എടുക്കുകയാണെങ്കിൽ 6 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. 6 ചോദ്യങ്ങളിൽ 5 ചോദ്യങ്ങൾ അത്യാവശ്യം എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു.
ഒരു ചോദ്യം വേണമെങ്കിൽ നമുക്ക് ആവറേജിന്റെ കൂട്ടത്തിൽ പെടുത്താം, എന്നാൽ അതും ഈസി തന്നെ നമുക്ക് പറയാം. എന്നാൽ ഒരു ആവറേജിന്റെ കൂട്ടത്തിൽ നമുക്ക് പെടുത്താൻ പറ്റും. ഇനി കറണ്ട് അഫയേഴ്സ്, ഇവിടെയാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഘട്ടം ബുദ്ധിമുട്ടേറിയതായി മാറിയത്. കാരണം കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ കുറച്ചുകൂടി കൂടുതലായിരുന്നു. ഇവിടെ 19 ചോദ്യങ്ങളോളം കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഇവിടെ ചോദിച്ചു. അതിൽ 7 ചോദ്യങ്ങൾ ഡിഫിക്കൽട്ടും ആയിരുന്നു. ഇവിടെയാണ് ഉദ്യോഗാർത്ഥികൾക്ക് മറ്റു ഘട്ടത്തിൽ നിന്ന് മൂന്നാം ഘട്ടം വിലയിരുത്തുമ്പോൾ പരീക്ഷ കുറച്ച് ബുദ്ധിമുട്ടേറിയതായത് ഈ ഒരു കറണ്ട് അഫയേഴ്സിന്റെ ഘട്ടത്തിലായിരുന്നു. കാരണം ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങളായിരുന്നു. 7 ചോദ്യങ്ങൾ ശരാശരിയും 7 ചോദ്യങ്ങൾ ബുദ്ധിമുട്ടേറിയതും 5 ചോദ്യങ്ങൾ മാത്രമായിരുന്നു ഈസി ആയിട്ട് ചോദിച്ചത്. അപ്പം ഇനി സയൻസിന്റെ കാര്യം എടുത്താൽ തന്നെ 20 ചോദ്യങ്ങളാണ് സയൻസിൽ നിന്ന് ചോദിച്ചത്. അതില് ഒരു 6 മുതൽ 11 ചോദ്യങ്ങൾ നമുക്ക് അത്യാവശ്യം എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നതാണ്. ഒരു 5 ചോദ്യം എന്താണ് കുറച്ച് ആവറേജ് നിലവാരം പുലർത്തിയപ്പോൾ 4 ചോദ്യത്തോളം കുറച്ച് ബുദ്ധിമുട്ടേറിയതായിരുന്നു. അപ്പം സയൻസ് മറ്റ് എല്ലാ ഘട്ടം പോലൊക്കെ തന്നെയാണ്, വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ല. എല്ലാ ഘട്ടത്തിന്റെയും അതേ രീതി തന്നെയാണ് സയൻസ് ഇവിടെ പിന്തുടർന്നത്. പക്ഷെ മാത്സും പറയുകയാണെങ്കിൽ മാത്സ് 20 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ 9 ചോദ്യങ്ങൾ എന്താണ് കുറച്ച്, ഇവിടെ ഇത് 3 9 ചോദ്യങ്ങൾ എന്താണ് കുറച്ച് ഈസി ചോദ്യങ്ങളും 8 ചോദ്യങ്ങൾ ശരാശരി നിലവാരവും ഒരു 3 ചോദ്യങ്ങൾ ഡിഫിക്കൽറ്റുമാണ്. അപ്പം നമ്മുടെ മൂന്നാം ഘട്ടവുമായിട്ടൊക്കെ ഏകദേശം സിമിലർ ആണ്. ഈ രീതിയിലാണ് ഇവിടെ. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 4ാം ഘട്ടത്തിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഈസി ചോദ്യങ്ങളുടെ എണ്ണം വളരെ കുറവായിരുന്നു. 49 ചോദ്യങ്ങൾ മാത്രമാണ് അവർക്ക് ഈസി ആയിട്ട് കിട്ടിയത്. ഇനി അതുപോലെ തന്നെ ആവറേജ് ചോദ്യങ്ങൾ 29 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇനി ടഫായിട്ടുള്ള ചോദ്യങ്ങളുടെ ഏറ്റവും കൂടുതൽ എണ്ണം കൂടുതലും ഇവിടെയായിരുന്നു, 22 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ 1ാം ഘട്ടം, 3ാം ഘട്ടം, 4ാം ഘട്ടം വിലയിരുത്തുമ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പരീക്ഷ 4ാം ഘട്ടമായിരുന്നു എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ പരിശോധിക്കുമ്പോൾ, ക്വസ്റ്റ്യന്റെ ഡീറ്റെയിൽ അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ നമുക്കറിയാം 49 മാർക്കിൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് ചിലപ്പോൾ ഒരു 40 മാർക്ക് വരെ വാങ്ങാൻ സാധിക്കും ഈസി ആയതുകൊണ്ട് തന്നെ. ഇനി 29 ആവറേജ് ചോദ്യങ്ങളിൽ നമുക്കൊരു എത്രയാണ്, ഒരു 15 മാർക്ക് അല്ലെങ്കിൽ 16 മാർക്ക് ഉദ്യോഗാർത്ഥിക്ക് വാങ്ങാൻ സാധിക്കും. ഇനി 22 ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു 8 മാർക്ക് അല്ലെങ്കിൽ ഒരു 9 മാർക്ക് ആ റേഞ്ച് നമുക്ക് ഇടാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഒരു 63 മുതൽ 64 മാർക്ക് വരെ 63 മുതൽ 64 മാർക്ക് വരെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4ാം ഘട്ടത്തിൽ അത്യാവശ്യം അതൊരു നല്ല മാർക്ക് തന്നെയാണ്. ഇനി ഞാൻ പറഞ്ഞാൽ എത്ര ഉദ്യോഗാർത്ഥികൾ കറണ്ട് അഫയേഴ്സ് പഠിച്ചു, എത്ര ഉദ്യോഗാർത്ഥികൾക്ക് കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റി, മാത്സിൽ എത്ര പേർക്ക് അത് അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അനുസരിച്ച് മാർക്കിൽ ചിലപ്പോൾ നല്ല മാർക്കുള്ളവരും മോശം മാർക്കുള്ളവരും കാണും. ഇത് ഞാൻ ഒരു ശരാശരി ഉദ്യോഗാർത്ഥിയുടെ രീതിയിലാണ് ഞാനിത് പ്രസന്റ് ചെയ്തത്. ഒരു 64 മാർക്ക് ഉണ്ടെങ്കിൽ ഏകദേശം 4ാം ഘട്ടത്തിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട്, നോർമലൈസേഷന് ശേഷം നല്ലൊരു റിസൾട്ട് ഉണ്ടാകുമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇനി നമുക്ക് 3 ഘട്ടങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, 3 ഘട്ടങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ 3 ഘട്ടത്തെയും കൃത്യമായ മാർക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കട്ട് ഓഫ് എന്ന രീതി പറയുകയാണെങ്കിൽ 1ാം ഘട്ടത്തിൽ ഒരു 66 മുതൽ 71 വരെയുള്ളവർ ഏകദേശം സേഫ് സോൺ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 1ാം ഘട്ടത്തിൽ 66 മുതൽ 71 വരെയുള്ളവർ സേഫ് ആകാനുള്ള സാധ്യത. നമ്മൾ വെറുതെ നിങ്ങൾ കട്ട് ഓഫ് മാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല സംശയങ്ങളും വരും. എന്തുകൊണ്ടാണ് നമ്മളത് പറഞ്ഞതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനാലിസിസ് നടത്തിയിട്ടുണ്ട്. അതിൽ നമുക്ക് മനസ്സിലായതാണ് 1ാം ഘട്ടത്തിൽ ഒരു 66 മുതൽ 67 വരെ 71 വരെയുള്ള മാർക്കുള്ളവർ സേഫ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി 3ാം ഘട്ടം എടുക്കുമ്പോൾ അവിടെ 72 മുതൽ 77 വരെ മാർക്കുള്ളവർ സേഫ് ആകാൻ, 77 മുകളിലുള്ളവർ എന്തായാലും സേഫ് ആണല്ലോ. അപ്പൊ ഈ 72 മുതൽ 77 മാർക്ക് റേഞ്ച് വരുന്ന ഉദ്യോഗാർത്ഥികൾ സേഫ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർക്ക് ആ ഒരു എക്സാം ക്ലിയർ ആകാനുള്ള ഒരു സേഫ് സ്കോർ നമുക്ക് പറയാം. കട്ട് ഓഫിനേക്കാൾ ഉപരി സേഫ് സ്കോർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ആ ഒരു റേഞ്ച്. ഇനിയും 4ാം ഘട്ടം എടുക്കുമ്പോൾ കൂട്ടത്തിൽ എനിക്ക് വ്യക്തിപരമായി ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയപ്പോൾ, അനലൈസ് ചെയ്തപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഘട്ടം 4ാം ഘട്ടം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ 4ാം ഘട്ടത്തിൽ ഞാൻ മനസ്സിൽ കാണുന്നത് ഒരു 64 മുതൽ 69 ആ ഒരു റേഞ്ച് വരുന്ന ഉദ്യോഗാർത്ഥികൾ, അല്ലെങ്കിൽ 63 മുതൽ 68 എന്തായാലും അത്രേ പോകും. അതിനപ്പുറം ഒരു 63 പ്ലസ് എന്തായാലും ആ മാർക്കിന് മുകളിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായും എപ്പോഴേ മെയിൻസിന്റെ പ്രിപ്പറേഷൻ ആരംഭിക്കാം.
ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്തായാലും നോർമലൈസേഷന് ശേഷം നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്കിൽ ഒരു വ്യത്യാസം ഉണ്ടാകും. അതെന്തായാലും തീർച്ചയാണ്. അപ്പം ഇത്രയാണ്. ഇനി നമുക്ക് പൂർണ്ണമായും ഒരു വിലയിരുത്തൽ ആവശ്യമാണ്, അല്ലെങ്കിൽ പൂർണ്ണമായും ഒരു വിലയിരുത്തൽ നടത്തണമെങ്കിൽ തീർച്ചയായും മാറ്റിവെച്ച രണ്ടാം ഘട്ടം കൂടി ഓഗസ്റ്റ് 22-ാം തീയതി നടക്കാൻ പോകുന്ന രണ്ടാം ഘട്ട പരീക്ഷ കൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏത് ഫേസാണ് കൂടുതൽ ബുദ്ധിമുട്ട്, ഏത് ഫേസിന് കൂടുതൽ നോർമലൈസേഷൻ മാർക്ക് ലഭിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാൻ സാധിക്കൂ. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ഏതെങ്കിലും ഉദ്യോഗാർത്ഥിക്ക് ഈ ഒരു റേഞ്ച് വരുന്നില്ല മാർക്ക്, നിങ്ങൾക്ക് ഇതിലും കുറവാണെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആകേണ്ട ആവശ്യമില്ല. തീർച്ചയായും നിങ്ങൾ പഠിച്ചു തുടങ്ങുക. കാരണം അന്തിമമായ വാക്ക് PSCയുടെയാണ്. നമ്മൾ ഉദ്യോഗാർത്ഥികളെ സഹായിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു അനാലിസിസ് നടത്തുന്നതേ ഉള്ളൂ. ഇത് കണ്ട് ഡീമോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അന്തിമമായ കട്ട് ഓഫ് PSC തീരുമാനിക്കും. അപ്പം താങ്ക് യു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ ബൈ.